ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കൊടുക്കേണ്ടത്. കാരണം എന്നും ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് അപ്പോഴാണ് എനിക്കൊരു വരിക, ഇന്ന് ഇത് ചെയ്യാം, ഇതാണ് എൻ്റെ കളക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടത്, കളക്റ്റീവ് സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു മെസ്സേജസാണ് വേണ്ടത്. അങ്ങനെ ഇൻഡ്യൂട്ടീവിലാണ് കേട്ടോ റീഡിങ്സ് ഒക്കെ ഇടുന്നത്. അപ്പോൾ പിന്നെ ടേബിളിൽ വന്നിരിക്കുമ്പോൾ എനിക്കപ്പോൾ ഒരു ഗൈഡൻസസ് വരും, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വന്നിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സ് ലൈക്ക് ഇൻറ്റ്യൂഷൻ പറഞ്ഞത്, ഇന്ന് ഡിവൈൻ ഫെമിനിൻസ് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് അവർക്കുള്ള മെസ്സേജസ് ആണ്. മറ്റേത് നിങ്ങളെ പാർട്ട്ണർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അങ്ങനെയല്ലേ നോക്കിയത്, ഇന്ന് അവർക്ക് കൊടുക്കൂ, അവരല്ലേ ചേഞ്ച് ആവേണ്ടത്. കാരണം കുറേ പേർക്ക് കുറേ മെസ്സേജസ് എൻ്റെ ക്ലയൻസ് വരുമ്പോൾ റീഡിങ്സ് എടുത്ത് കൊടുക്കുമ്പോൾ അവർ വളരെ ലോ എനർജിയിലാണ്. മെയിനായിട്ട് പ്രശ്നം അവരാണ്, പ്രശ്നം എന്നല്ല അവരുടെ ചിന്താഗതികളാണ്. കൂടെയുള്ള ആൾക്കാർക്ക് ആ ഒരു എന്താ പറയുക, തല തിരിഞ്ഞു പോകുന്നതെന്ന് പറയാം. നമ്മുടെ എനർജി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ എനർജിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇപ്പോൾ എന്തപ്പോൾ കാര്യം എന്ന് വിചാരിക്കും. പക്ഷേ എനർജി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ബ്ലാക്ക് മാജിക് എനർജി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ വേറൊരു എനർജി വന്നിട്ട് അവരെ കൺട്രോളിലാക്കുകയാണ് അല്ലേ. അപ്പോൾ എനർജിക്ക് അത്ര പവർ ഉണ്ട്. പക്ഷേ എനർജി പ്രൊട്ടക്ഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എനർജീസ് ഒന്നും എഫക്റ്റ് ആവില്ല. അതാണ് ഓറ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറയുന്നത്. ഓറ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. നിങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഫാമിലി കുറച്ച് മെമ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കും കുറച്ച് നെഗറ്റീവായിട്ട് തോന്നുന്നവർ, ഈ വിളയുള്ളവർ. അപ്പോൾ അങ്ങനെ ക്രൗഡിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓറ പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, അങ്ങനെ കുറേ ക്രൗഡിൽ നിന്ന് പോയി വരുമ്പോൾ നിങ്ങൾ വളരെ ലോ എനർജിയിലേക്കും ടയേർഡ് ആവുമല്ലോ, ഭയങ്കര ഒരു ബാറ്ററി ലോ അവസ്ഥ ഉണ്ടാവും. അത് ഇങ്ങനെ എനർജി വാമ്പയേഴ്സിൻ്റെ ഒക്കെ എനർജി വന്ന് നമ്മളിത് വലിച്ചു കൊണ്ടുപോകണം. നമ്മുടെ എനർജി ഓറ, നമ്മുടെ ചുറ്റും ഓറ ഉണ്ട്. അതുകൊണ്ടാണ് എന്നും ഞാൻ ക്ലെൻസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലോക്കേജസ് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ പറയുന്നത്. ഓൾറെഡി ഞാൻ വീഡിയോ എടുത്തു വന്നപ്പോൾ അതിന് ഫസ്റ്റ് പോർഷൻ കാണാനില്ല. അതിലാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെങ്ങനെ ഹീൽ ചെയ്യണം കാര്യങ്ങൾ. അപ്പം ഞാൻ നോക്കിയപ്പോൾ സെക്കൻഡ് പാർട്ട് മാത്രം, ഫോൺ തന്നെ ഓഫായി. പിന്നെ നോക്കിയപ്പോൾ അതൊന്നും റെക്കോർഡഡ് ആയിട്ടില്ല. ദാറ്റ് മീൻസ് യു ഹാവ് എ വെരി വളരെ ആൻസിസ്റ്റേഴ്സ് മീൻസ് ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് കൊണ്ട് എത്തിക്കുന്നതാണ്. കാരണം നമ്മുടെ ഫാമിലി ലൈൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും അതിലൊരാൾ വരും, ഒരു മകനോ അല്ലെങ്കിൽ ഒരു കൊച്ചുമകളോ ആരെങ്കിലും ഹീൽ ചെയ്യാൻ ഹീലറായിട്ടില്ലെങ്കിലും അവർ ഇങ്ങനത്തെ പ്രാക്ടീസസ് പഠിക്കും. കാരണം നമ്മുടെ ജനറേഷനെ തന്നെ ഞാനിതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. നമ്മുടെ 5000 ആൻസിസ്റ്റേഴ്സ് നമ്മൾ ഒറ്റയ്ക്കാന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ ആ ഒരു 3000-5000 ആൻസിസ്റ്റേഴ്സ് കൂടെ ഉണ്ട്. കാരണം അവരുടെ കൂടി ഒരു കടമയാണ് ആ ഒരു ജനറേഷനെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാം. സിംഗിങ് ബൗൾസ് ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് സിംഗിങ് ബൗൾസ്. നിങ്ങൾക്ക് സിംഗിങ് ബൗൾസ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ, പർച്ചേസ് ചെയ്ത് തരുന്നതാണ്. കാരണം നോക്കി വാങ്ങണത്, സൗണ്ട് നോക്കിയിട്ടൊക്കെ വാങ്ങണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വാങ്ങിക്കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് വരില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓം ചാൻറ്റിങ്, ഓരോ സൗണ്ട് ഹീലിംഗ് ആണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഓറയിലേക്ക് വരുന്നു, എനർജീസിനെ തള്ളി കണ്ട് പറഞ്ഞാച്ച് പ്യുവർ എനർജി വരിക ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ടു എന്നാണ് തോന്നുന്നത്, പക്ഷേ എനർജിയിൽ വളരെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ആരാണോ കാണുന്ന ഈ വീഡിയോ അവർക്കുള്ള മെസ്സേജസ് ഫ്രം ദ യൂണിവേഴ്സ് ആണ്. നോക്കൂ മകളെ അല്ലെങ്കിൽ നോക്കൂ മകനെ, ഇവിടെയാണ് നിങ്ങളുടെ ഇഷ്യൂ, നിങ്ങൾ ഇത് ചെയ്യൂ, ഇതാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ് 5 of Pentacles, 3 of Swords, Queen of Pentacles, 6 of Wands, Knight of Pentacles and Ace of Pentacles ആണ്. അപ്പോൾ ആദ്യം കിട്ടിയത് എന്താണ്? ആദ്യം തന്നെ ഒരു ലോസ്, നഷ്ടമാണ് കാണിക്കുന്നത്. ഇതിൽ കാണുന്ന മിക്കവർക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസ്, സ്നേഹിച്ച ആൾ നഷ്ടപ്പെട്ടു പോയി, മേ ബി ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറെ മാരേജ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അതൊക്കെയാണ് വന്നിട്ടുള്ള അവസ്ഥ കാണിക്കുന്നത്. ഹൃദയം അങ്ങോട്ട് ഇല്ലാതെയായി സ്റ്റിച്ചിട്ട് എന്താ പറയുക, അതിനെ ഒരു വിധത്തിൽ നിർത്തിയേക്കാണ് നിങ്ങളുടെ ഹാർട്ട് ചക്രയാണ്. വിഷമിക്കേണ്ട ആവശ്യമില്ല. ലൈഫിൽ വരുന്ന ഓരോ ആൾക്കാരും ഒരു തട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനുള്ള തട്ടാണെന്ന് മനസ്സിലാക്കുക. കാരണം പെയിനാണ് ആൾക്കാരെ ചേഞ്ച് ചെയ്യുന്നത്. എത്ര പേരാണ് ഈ ബിസിനസ് അല്ലെങ്കിൽ മില്യനേഴ്സും ഒക്കെ ആയവർ ചെറുതിലെ വലിയ സാമ്പത്തികത്തിൽ നിന്ന് വന്നവരല്ല. എല്ലാവരും കുഞ്ഞു നാളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസസ് ചെയ്ത് അവർ ഹാർഡ് വർക്ക് ചെയ്ത് വീണു, പിന്നെ എഴുന്നേറ്റ് നിന്നു, വീണു. ഈ ബൾബ് കണ്ടുപിടിച്ച തോമസ് എഡിസൺ തന്നെയല്ലേ, 99 പ്രാവശ്യം ഫെയിലായി, 100ാമത്തെ പ്രാവശ്യമാണ് അത് സക്സസ് ആയി എന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം വിളിക്കും, മതി നിർത്തി, പിന്നെ ബൾബ് കണ്ടുപിടിക്കുമോ? അപ്പോൾ ഇല്ല.
അപ്പോൾ ഫെയിലിയറിൽ നിന്നാണ് നമ്മൾക്ക് സക്സസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കോട്ട് ഉണ്ടായിരുന്നു, മുഖം തിരിക്കുന്നവർക്ക് മനസ്സുകൊണ്ട് സ്നേഹം നൽകൂ, അവരിൽ പരിവർത്തനം ഉണ്ടാകും. കാണുന്നുണ്ടോ? ഞാൻ ബ്രഹ്മകുമാരീസൊക്കെ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കോട്ട്സാണ് ഇന്നത്തെ സെപ്റ്റംബർ 24 മെസ്സേജസ് ആണ്. നമ്മൾ മുഖം തിരിച്ചു പോകുന്നവർക്കുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്യൂ ആണ്, നമ്മുടെ ഇഷ്യൂ അല്ല. അവരുടെ ഉള്ളിലത്തെ ആ ഒരു മെൻ്റൽ പ്രഷർ എങ്ങനെയൊക്കെ പുറത്തേക്ക് തീർക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർക്കൊരു പുഞ്ചിരി കൊടുക്കുമ്പം അവരുടെ ആ ഒരു എന്താ പറയുക, ആ സോളിന് കുറച്ച് നോളജ് കിട്ടും, വിസ്ഡം കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഇല്ല എന്ന് കരുതുക, പക്ഷെ നമുക്ക് പുഞ്ചിരിക്കാമല്ലോ. ആ പുഞ്ചിരിയിലൂടെ അവരുടെ മനസ്സിൻ്റെ ആ വേദനയെ അലിയിപ്പിക്കാനുള്ള പവറുണ്ട് പുഞ്ചിരി, സ്മൈൽ. അപ്പോൾ നിങ്ങൾക്ക് ലോസ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പവറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, ഇതിൽ നോക്കൂ, ക്യൂന് പെൻഡക്കിൾസിൻ്റെ കാർഡാണ്, 3 പെൻഡക്കിൾസ് കാർഡാണ്, 4 പെൻഡക്കിൾസ് കാർഡ്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള സമയമാണ്. അതിന് വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഇപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് എത്തുമ്പോൾ ഓരോരുത്തർ ഇറങ്ങിപ്പോവും അല്ലേ? അതുപോലെ തന്നെ ചിലവർ പോകുന്നുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ഗുഡ് ബൈ ആയിരിക്കും. ചിലവർ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ളതായിരിക്കും. ഡെസ്റ്റിനി അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ ഒരു കുട്ടി ചോദിച്ചു, മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പാടുമോ? ഞാൻ വേറെ എന്തു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ എക്സിനെ പണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മാരേജൊക്കെ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്പിരിച്വലി പോകുന്നവർ ഒരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പിന് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല. പോയവരേട്ടാ, ഉള്ള ആൾക്കാരെ വേണം നിങ്ങൾക്ക് ചെയ്യാം. കാരണം നമുക്ക് ഡെസ്റ്റിനിയിൽ ആരാ വരാൻ പോകുന്നത് എന്നറിയില്ല. ചിലപ്പോൾ അവരായിരിക്കാം, ചിലപ്പോൾ വേറെ ആൾക്കാരായിരിക്കാം. അപ്പോൾ മാക്സിമം നമ്മൾ എപ്പോഴും പറയേണ്ടത്, റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് എൻ്റെ എനർജിക്ക് മാച്ച് ആയിട്ടുള്ള, എൻ്റെ തോട്ടിന് മാച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി എന്നാണ് പറയേണ്ടത്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ എക്സ് എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ ആ ടീനേജിൽ അല്ലെങ്കിൽ ആ യൂത്തിൽ കുറച്ച് ചേഞ്ച് ആക്കിയിട്ട് പോകുന്ന ആളായിരിക്കാം. നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണർ അവരായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ തെറ്റായിട്ട് അവരെ പിന്നെയും കൊണ്ടുവരുമ്പോൾ, അവരുടെ എനർജി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കുറേ നല്ല ഗുണങ്ങൾ നശിച്ചു പോകും. ബ്ലോക്കേജസ് വരും, ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. അത് യൂണിവേഴ്സ് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന എനർജി നല്ലതല്ല, റിമൂവ് ചെയ്യൂ, ക്ലൻസ് ചെയ്യൂ, റിലീസ് ചെയ്യൂ, ലെറ്റ് ഗോ ചെയ്യൂ എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവും ഇല്ല? ശരിക്കും അതാണ് യൂണിവേഴ്സൽ ലാംഗ്വേജ്. എങ്ങനെയാണ് നമുക്ക് ലൈഫിൽ നല്ലതല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ, ബ്ലോക്കേജസ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. ലെറ്റ് ഗോ, സറണ്ടർ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് വന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനർജറ്റിക്കലി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് അതാണ്. അങ്ങനെ വന്ന് നിങ്ങളെ ഹൃദയം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് താങ്ക് യു പറയുക, ഒരുപാട് താങ്ക് യു പറയുക. ഫോം വിളിച്ച് പറയണ്ട, നിങ്ങൾ ടെലിപ്പത്തിക്കലി മെസ്സേജസ് അയച്ചാൽ മതി. ടെലിപ്പത്തി മെസ്സേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സണെ കൊണ്ടുവന്നിട്ട് പറയാം, സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഒരുപാട് നന്ദി, എന്നെ കുറേ നീ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എൻ്റെ എന്താ പറയുക ഷാഡോ സൈഡ് അല്ലെങ്കിൽ ഡാർക്ക് സൈഡിനെ കാണിച്ച് തന്നതിന് ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച് ഫോർ. അതുകൊണ്ട് എനിക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഒരു ബ്രേക്കപ്പിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു പേഴ്സൺ പഴയതുപോലെ ആയിരിക്കില്ല. ഭയങ്കര സ്ട്രെങ്ത്, ഭയങ്കര കോൺഫിഡൻറ്റ്, ഭയങ്കര എനർജറ്റിക്. അവനൊന്നും നഷ്ടപ്പെടാനില്ല. അവൻ്റെ ഫോക്കസ് കൂടുതലും യൂണിവേഴ്സിൻ്റെ അടുത്തായിരിക്കും, കൂടുതലും ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് മാറും. അതിൽ അവൻ്റെ ലൈഫ് ചേഞ്ച് ആവുക ചെയ്യുക. അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഹൃദയത്തിൽ വേദന തന്നിട്ട് നിങ്ങളെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി അല്ലെങ്കിൽ കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട്, അതിലേക്ക് എത്തിച്ച് തന്നിട്ടുണ്ട് ആ ഒരു വേ. ഇനി നിങ്ങൾ വേണം ഇതിലേക്കൊക്കെ എത്താൻ. നിങ്ങളെ ലൈഫിൻ്റെ ചാർജ് നിങ്ങൾ എടുക്കുക. ഫെയിം, റെക്കഗ്നീഷൻ, സക്സസ് ഒക്കെ വരുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്. ഏസ് ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള തുടക്കങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെഞ്ചേഴ്സ് തുടങ്ങാനോ ഒക്കെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോവാം. അതാ പറയുന്നത്, നിങ്ങൾ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പോകൂ. നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റക്ക് ആവരുത്. കുറേ പേര് കുഞ്ഞു കുട്ടികളോ, ലൈക്ക് കുഞ്ഞു കുട്ടികൾ മീൻസ് 20 അത്രയൊക്കെ ഏജുള്ളവർ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് അയ്യോ അവർ പോയി, എൻ്റെ ലൈഫ് പോയി, സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. വളരെ വിഡിത്തമാണ്. സൂയിസൈഡ് നമുക്ക് എനിക്ക് എൻ്റെ ജീവൻ എടുക്കാൻ പോലുമുള്ള അവകാശം യൂണിവേഴ്സ് തന്നിട്ടില്ല. അത് അതിൻ്റെ ടൈം പീരീഡ് കഴിയുമ്പോഴാണ് പോവാം, എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴാണ് പോകാൻ എനിക്ക് സാധിക്കുള്ളൂ. അതിന് മുന്നേ ഞാൻ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ ഡബിളായിട്ട് ഞാൻ അനുഭവിക്കേണ്ടി വരും. കാരണം ഞാൻ ആസ്ട്രൽ പ്ലെയിനിൽ പോയി നിൽക്കും, എനിക്ക് അവിടെ പോലും എത്താൻ സാധിക്കില്ല. കാരണം അവിടേക്ക് എത്താനുള്ള ടൈം ആവാതെ നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ 100 കൊല്ലോ 1000 കൊല്ലോ ഇങ്ങനെ ഈ ഒരു മറ്റേ അതാണ് ഇങ്ങനത്തെ പ്രേതങ്ങളെ കാണുന്നു പറയുന്നില്ല. കാരണം അവിടെ ആരെങ്കിലും ശരീരം കിട്ടാൻ വേണ്ടി നിൽക്കുക. കാരണം സോളായി എത്തി, ശരീരം പോയി. ഇനി ശരീരം എടുത്താലല്ലേ നമുക്ക് നമ്മുടെ കർമ്മ തീർക്കാൻ പറ്റും. കർമ്മ തീർക്കാതെ നമുക്ക് പോകാനും സാധിക്കില്ല. അപ്പോൾ മരണം ഒന്നിൻ്റെയും ഒരു ശാശ്വത പരിഹാരമല്ല. അത് പിന്നെയും
നമ്മൾക്കൊരു ലൂപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പ് ഇപ്പോൾ നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കാം, നമുക്ക് ആ പഠിക്കേണ്ട പാഠം പഠിക്കാതെ നമ്മൾ മരിച്ചെങ്കിൽ അടുത്ത ജന്മവും എടുക്കും ആ സെയിം ഇതിനേക്കാളും ഡബിൾ ടഫ് സിറ്റുവേഷൻസാണ് തരിക. അതും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും തരും. ഇങ്ങനെ നിങ്ങൾ ജനിക്കുക മരിക്കുക ഇങ്ങനെ ജനന മരണ സൈക്കിളിലൂടെ കടന്നു പോകും. അപ്പോൾ കിട്ടിയ സിറ്റുവേഷൻസ്, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വളരെ മോശമായിട്ടുള്ള ഒരു അബ്യൂസിങ് ആയിട്ടുള്ള ഇതാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്തതിന് ശേഷം മാത്രം ആ റിലേഷൻഷിപ്പ് ശരിക്കും ഡിവോഴ്സ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് പോകുമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇല്ല അത്രയും അബ്യൂസീവ് ആണെങ്കിൽ അവിടെ ഹീൽ ചെയ്യാതെ നിങ്ങൾ അടുത്ത മാരേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആ മാരേജും സക്സസ് ആവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് മാരേജ് പോയി സെക്കൻഡ് മാരേജും അൺസക്സസ്ഫുൾ ആയുള്ള കുറേ പേരുണ്ട്. കാരണം അവർ ആ ഒരു പെയിനാണ് അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല ആളായിരിക്കും വരുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ചിന്തയിൽ ഇവർ കഴിഞ്ഞ മുന്നത്തെ റിലേഷൻഷിപ്പിലത്തെ ആൾ എന്നെ പറ്റിച്ചു, ചീറ്റ് ചെയ്തു, ആ എനർജി കൊണ്ട് പോകുമ്പോൾ ഈ വന്ന ആൾ നല്ല ആളായിരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ എനർജി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും സംശയമായിരിക്കും. ആയിട്ടുള്ളൊരു ഓവർ തിങ്കർ ആവും, അത് റിലേഷൻഷിപ്പെ തകർക്കുക ചെയ്യുക. അപ്പോൾ സെക്കൻഡ് മാരേജ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പൊളിമിട്ടാവുക മൊമെൻറ്റ്സ് പോലെ. സോ നമ്മൾ എപ്പോഴും എന്ത് സിറ്റുവേഷൻസ് വന്നാലും നിങ്ങൾ ഹീൽ ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ അപ്പോൾ തന്നെ ഒരു ഹീലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ പോയിട്ട് നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തെ ഈ 3 ഓഫ് സോഡ്സിനെ കൂടുതലും ക്ലീൻ ചെയ്ത് പഴയ ഇതിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രം റിലേഷൻഷിപ്പിലേക്ക് കടക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ എനർജി കൊണ്ടുപോകുമ്പോൾ അത് പിന്നെയും ക്ലാഷസ് സംഭവിക്കും. അങ്ങനെയാണ് കുറേ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതും ശ്രദ്ധിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിലൊരിക്കലും പൈസ പോയി എന്ന് ചിന്തിക്കരുത്. കാരണം അവിടെ ഒരു റിട്ടേൺ നിങ്ങൾക്ക് എനർജി എക്സ്ചേഞ്ച് ആയിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു റിട്ടേണാണ് കിട്ടും. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഫ്രണ്ട്സിനെ സഹായിച്ചു പൈസ കൊടുത്തെങ്കിൽ ആ പൈസ കിട്ടുമ്പോൾ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല, അവിടെ വലിയ ഇതല്ല. പക്ഷേ ഇവിടെ ഒരു എനർജി ഹീലറിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവരെ കൂടെയുള്ള ആ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പും കൂടി നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണെന്നാണ് എനിക്ക് ഒരു സ്പിരിച്വാലിറ്റിയിൽ വന്നപ്പോൾ മനസ്സിലായിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഹീലറിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ചേഞ്ചസ് ലൈഫിൽ വരും. ആ ഒരു ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൽ നിന്ന് നിങ്ങൾക്ക് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ആ ഒരു പൈസ ഇനി വരുന്നത് പൂർണ്ണ പൈസയല്ല, സ്ലോ ആയിട്ടേ വരുള്ളൂ. പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് പോലെ അത് അവിടെ നിൽക്കുന്ന ഒരു പൈസയായിരിക്കും. നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും വീട് വാങ്ങാനും അത്ര പൈസ സമ്പത്ത് ഇങ്ങനെ കൂടുതൽ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീട് വാങ്ങാനും ഫ്ലാറ്റ് വാങ്ങാനും ഭൂമി വാങ്ങുക അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്ന് കടക്കണം കേട്ടോ, ഇതിലേക്ക് അവർ എത്തിച്ച് തന്നിട്ടുണ്ട്. ഈ ഒരു ഹാർഡ് പ്ലേ സിറ്റുവേഷൻസ് വന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിലേക്ക് പോകാനാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ എത്താനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഇതാണ് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോരുത്തരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, താങ്ക് യു പറയുക, ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ്. എൻ്റെ ചാനലിൽ ഫോർഗിവ്നെസ് മെഡിറ്റേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് അതിൽ താഴെ കൊടുക്കാം. നിങ്ങൾ എന്നും ഫോർഗിവ്നെസ് ചെയ്യുമ്പോൾ അത്രയും ചേഞ്ചസ് വരെ നമ്മുടെ ഉള്ളിലത്തെ വേണ്ടാത്ത സപ്രസിങ് ഈഗോ എന്തിനാണ്, ഈ ഗോ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. കുറേ പേർക്ക് ഈഗോ ആണ്. മിക്ക റിലേഷൻഷിപ്പിലും ഒന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് വന്ന് തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ എനിക്ക് ക്ലയൻസ് വരുമ്പോൾ. പക്ഷേ ഈഗോ ആണ്, അവരെന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അവളുടെ മുമ്പിൽ താഴ്ന്നില്ലേ, ഒരു താവലില്ല. റിലേഷൻഷിപ്പാണ് അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾ ഈഗോ വയ്ക്കുമ്പോൾ. ആ ഒരു ഈഗോ മാറ്റി വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകും. കുറേ പേരുടെ കേസ് വയ്ക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ അത് പറയില്ല. അവരെന്ത് വിചാരിക്കും, എന്ത് വിചാരിക്കും എന്നല്ല, പറയുമ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ പറയില്ല. പോയാൽ ഒരു വാക്ക്, കിട്ടിയ ഒരു ലൈഫ് എന്ന് പറയുന്ന പോലെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും റിലേഷൻഷിപ്പിൽ വേണ്ടതാണ്. ഓക്കെ, അതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, സംസാരിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെൻഡ് ചെയ്യുക, അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി പോലും ആവാനുള്ള ചാൻസസ് നിങ്ങൾക്കുണ്ട്. അത്രയും സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക്. സ്ട്രെങ്ത് കാർഡ് കണ്ടോ? ഈ സ്ട്രെങ്ത് കാർഡിൽ ആ സ്ത്രീ ഒരു പുലിയേനെയാണ് ടൈം ചെയ്യുന്നത്. അപ്പോൾ അത്രയും നിങ്ങളുടെ ഉള്ളിലത്തെ സ്ട്രെങ്ത് വീക്ക്നെസ്സിനെ ടൈം ചെയ്ത് നിങ്ങളുടെ കറക്റ്റ് ഒരു പവറിലെത്തുമ്പോൾ അത്രയും നിങ്ങൾക്ക് ഏഞ്ചൽസിന് സപ്പോർട്ട് വരും. ഇൻഫിനിറ്റി പവർ ഉണ്ട്, സ്ട്രെങ്ത്. ആ സ്ട്രെങ്ത് കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ചക്രാസൊക്കെ അലൈൻമെൻ്റ് ആയി നിൽക്കുന്നുണ്ടായിരിക്കും. ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിലൂടെ വഴി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അലൈൻമെൻറ്റിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ലൈഫിൻ്റെ ചാർജ് നിങ്ങൾ എടുക്കുക, വർക്ക് ചെയ്യുക. ഹീലിംഗ് ആവശ്യമുള്ളവർക്ക് ഹീലിംഗ് നിങ്ങൾ എടുത്തേ പറ്റൂ. ഓക്കെ, നല്ലൊരു ഹീലറിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോവുക. കാരണം മെൻ്റലി നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യണം. ഹീലാവാതെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ സൂയിസൈഡ് ടെൻഡൻസി, ഇങ്ങനെ നമ്മൾ മെൻ്റലി ഡൗൺ ആവും. അതിൻ്റെ ആവശ്യമില്ല. ലൈഫിൽ വരുന്ന ഓരോ ചലഞ്ചസും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വരുന്നതാണ് എന്നുള്ള ബോധം എപ്പോഴും വയ്ക്കുക. ഓക്കെ, സോ അതാണ് കാണിക്കുന്നത്. എല്ലാം ഒരു കർമ്മയാണ്. ഇപ്പോൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അവനെ പറ്റിച്ചിട്ടുണ്ട്, അതാണ് അവൻ ഈ ഒരു ജന്മത്തിൽ എൻ്റെ പൈസ തട്ടി കൊണ്ടുപോയത്. സോ താങ്ക് യു. ആ സെറ്റിൽമെൻറ്റ് നടന്നതിന് ഒരുപാട് നന്ദി, താങ്ക് യു എന്ന് പറയാം. അങ്ങനെ പോവാം. ഒക്കെ സെറ്റിൽമെൻ്റ് ആണ്.
കർമ്മ സെറ്റിൽമെൻ്റ് ആണ്. ഫിനാൻഷ്യലി ഉണ്ടാവും, റിലേഷൻഷിപ്പിലുണ്ടായിരിക്കും, എല്ലാ രീതിയിലും സെറ്റിൽമെൻറ്റ്സ് ആണ് എല്ലാം. കർമ്മയാണ് എല്ലാത്തിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത്. കാരണം മരിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബാഗേജ് മാത്രമാണ് കർമ്മ ബാഗേജ്. കർമ്മയുടെ ബാണ്ടാണ് കൊണ്ടുവരുന്നത്. നല്ല കർമ്മങ്ങൾ ഉണ്ടായിരിക്കും, മോശകർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ കർമ്മേനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 4 ടൈപ്സ് ഓഫ് കർമ്മ, അതൊന്ന് കാണും. അപ്പോൾ കർമ്മ മാത്രമേ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കും. ഇനി മരണപ്പെട്ട് പോകുമ്പോൾ വീട്, കാറ്, മക്കളെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വി ഹാവ് ദറ്റ് കർമ്മ ഇൻ അവർ തേർഡ് ഐയിലെ കർമ്മ ഉണ്ടായിരിക്കുക. കർമ്മയെ കൊണ്ടാണ് നെക്സ്റ്റ് ലൈഫിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് എവിടെയാണോ കർമ്മം അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതാണ് ചിലവർ നല്ല ആൾക്കാർ പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട് പോകുന്നത്. അവരുടെ കർമ്മ ഈ ഭൂമിയിൽ ഇത്രയേ ഉള്ളൂ, ഇനി അടുത്തുള്ള സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. ശരിക്കും ഒരു ഡെത്ത് എന്ന് പറഞ്ഞ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. അവർ അടുത്ത ലൈഫിലേക്ക് പോവുകയാണ്. ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, സോളിന് ഒരു മരണമില്ല. എനർജി എപ്പോഴും, എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം. അല്ലേ, ഒരിക്കലും നശിപ്പിക്കാനും പറ്റില്ല, പുതിയത് ഉണ്ടാക്കാനും പറ്റില്ല. അതിനെ ഒരു എനർജിയിൽ നിന്ന് വേറെ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഫോൺ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യല്ലേ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങളുടെ ഒരു റീഡിങ്ങിൽ പോസിറ്റീവായിട്ട് ഇരിക്കുക, റിമെയിൻ പോസിറ്റീവ്. സക്സസ് വരുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസും സക്സസ്സും എല്ലാം വരുന്ന റിക്കവറി. നിങ്ങൾ കുറേ പേര് റിക്കവറി ആവാനുണ്ട്. മേ ബി ഹെൽത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിലോ മെൻ്റൽ പ്രഷറിലോ പോകുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് റീഡിങ്സോ കാര്യങ്ങളോ ഹെൽപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്, കാണുന്ന ഓരോരുത്തർക്കുമുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് റീഡിങ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പെട്ടെന്ന് ഫോൺ ഒന്ന് കട്ടായിപ്പോയി, കുറച്ച് നല്ല രീതിയിൽ ബ്ലോക്കേജസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നൊരു എനർജീസ് ഉണ്ട്. കുറേ പേരുടെ ഓറി നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ അറിയുന്ന എപ്പോഴാണെന്നറിയോ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ബ്ലോക്കേജസ് വരിക, ഈ ഇഷ്ടപ്പെട്ട ആൾ നമ്മളെ വെറുതെ തല്ലുപിടിക്ക് പോവുക, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണും ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഫോണൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാത്തിനും എനർജീസ് ഉണ്ട്. ചിലപ്പോൾ സമയത്ത് ഇങ്ങനെ പറയും, എല്ലാ കൊല്ലം ഒന്ന് ഫോൺ ഫോർമാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയുക. കാരണം നമ്മുടെ ഫോണിൽ നമ്മൾ പോലും അറിയാത്ത കുറേ പേരുടെ കോൺടാക്ട്സും എനർജീസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോഴാണ് പുതിയ എനർജീസും പുതിയ ബ്ലെസ്സിങ്സും വരും. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുന്നത് നിങ്ങളെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്ട്രെങ്ത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സ്ത്രീക്ക് ഇതെന്താണ്, സിംഹമാണല്ലേ, കാണുന്നുണ്ടോ? ഈ സിംഹത്തിനെ അവരെ ടൈം ചെയ്യാൻ പറ്റും. ഇവിടെ പട്ടിയോ പൂച്ചയോ നായോ ഒന്നുമല്ല, ഒരു മൃഗത്തെ, ഒരു വൈൽഡ് ആയിട്ടുള്ള എനിമലിനെ പോലും ഈ സ്ത്രീക്ക് ടൈം ചെയ്ത് അവരുടെ കൊണ്ടുവരാനുള്ള അത്രയും പവർ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ടൈം ചെയ്യാൻ ആദ്യം നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് അറിയോ? നിങ്ങളിരുന്ന് എഴുതുക, എന്താണ് എൻ്റെ സ്ട്രെങ്ത്, എന്താണ് എൻ്റെ വീക്ക്നെസ്. മൂന്നാമത്തെ എഴുതുക, എന്താണ് എൻ്റെ ഗോൾ, എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താ. ചിലർക്ക് ഗോളൊന്നും ഉണ്ടായിരിക്കില്ല, ചുമ്മാ അങ്ങ് തട്ടിമുട്ടി പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗോൾ എടുക്കുക, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ദിവസം ഞാൻ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഗോസിപ്പ് ചെയ്യാനും കംപ്ലയിൻറ്റ് ചെയ്യാനും പോവണ്ട. അത് നിങ്ങൾക്കും കിട്ടും. അതൊന്നും നല്ല എനർജീസ് അല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്താ പറയുക, ഒരു ബുക്കുണ്ട് അത് പറയാൻ കിട്ടുന്നില്ല, ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും പറയുന്നുണ്ട് എന്താ പറയുക, ആഫ്റ്റർ ഡെത്തിന് ശേഷമുള്ള നിയമങ്ങളാണ് പരലോക നിയമങ്ങൾ. ഓക്കെ, ആ ഒരു ബുക്ക് നിങ്ങൾ വാങ്ങി വായിക്കണമെന്ന് ഞാൻ പറയുന്നു. ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷം നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വായിച്ചാലാണ് നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കർമ്മ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അത് കറക്റ്റ് കാര്യങ്ങളാണ്. അതിൽ ട്വിൻ ഫ്ലെയിമിൻ്റെ പറ്റിയിട്ടും ഒരു പോർഷൻസ് പറയുന്ന ട്വിൻ സോൾസ്, പല സോൾസിൻ്റെ കഥകളും നല്ല ബുക്കാണ്. എൻ്റെ കയ്യിലുണ്ട്, ഞാനത് എൻ്റെ ആ റൂമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബുക്ക് നിങ്ങൾ വായിക്കുന്നതും കൂടുതൽ സമയം നിങ്ങൾ കൂടുതലും ഈ ഒരു ഭൂമിയിലേക്ക് വന്ന പർപ്പസ് അറിയാൻ ശ്രമിക്കുക. ചുമ്മാ വെറുതെ ഓരോരുത്തരുടെ കമൻറ്റിലൊക്കെ ചാനലിൽ കയറി അനാവശ്യമായിട്ടുള്ള കമൻറ്റ്സ് ഇടുക, അവരെ കളിയാക്കുക, ഒന്നും ചെയ്യേണ്ട. നമ്മൾ നമ്മുടെ എനർജി ക്ലെൻസ് ചെയ്ത് കൂടുതൽ നമ്മളിലേക്ക് വർക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ബട്ടർഫ്ലൈസ് കാണുമ്പോൾ എല്ലാവരും പറിച്ച് എനിക്ക് ഈ ബട്ടർഫ്ലൈൻ്റെ ഈ ഫോട്ടോ കണ്ടു, അത് കണ്ടു എന്നൊക്കെ. ഈ ബട്ടർഫ്ലൈ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഒരു പുഴുവിൽ നിന്നാണ് ഇത്ര ഭംഗിയുള്ള ചിത്രശലഭമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പുഴുവായിട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കും ഇപ്പോൾ, പക്ഷേ ബട്ടർഫ്ലൈ ആവാനുള്ള അത്രയും പവർ നമുക്കുണ്ട്, ദാറ്റ് സ്ട്രെങ്ത് ഉണ്ട്. ഇന്ന് ഞാൻ കണ്ട വീഡിയോ ആണ്, അതെനിക്ക്
പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം അത്രയും ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയാലാണ്, അത്രയും ചലഞ്ചസിലൂടെ കടന്നു പോയിട്ടാണ് ആ ഒരു പ്യൂപ്പ, അങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ ബട്ടർഫ്ലൈയുടെ, ആ ഓരോ സ്റ്റേജസിലേക്ക് എത്തിയിട്ടാണ് ബട്ടർഫ്ലൈൻ്റെ അത്രയും ഭംഗിയുള്ള ബട്ടർഫ്ലൈക്ക് എത്രയോ 36,000 കണ്ണുകൾ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. കറക്റ്റ് ആണോന്ന് അറിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് അല്ലേ ബട്ടർഫ്ലൈസ്. ശരിക്കും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ബട്ടർഫ്ലൈനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് നമുക്ക് തോന്നും. നമ്മുടെ ആ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന എപ്പോഴാണ് നമ്മുടെ ഉള്ളിലും ആ ഒരു ഭംഗി വന്നിട്ടുണ്ട്, ഇന്നർ ബ്യൂട്ടി. അതാണ് നമ്മൾ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നത്. എത്ര പേർക്ക് അറിയാം വിളക്ക് വയ്ക്കുന്നത് എന്തിനാ? ഒന്ന് നെഗറ്റീവായിട്ടുള്ള എനർജീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത് നമ്മുടെ ഉള്ളിലും ഇങ്ങനത്തെ ഒരു വെളിച്ചമുണ്ട്, ആ ഒരു തീ, ആ ഫയറാണ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഔട്ടറിൽ വെക്കുമ്പോഴല്ലേ ഇന്നറിലേക്ക് നോക്കാൻ സാധിക്കുള്ളൂ. അതാണ് മെയിൻ ഇതിനൊക്കെ അർത്ഥം. അപ്പോൾ ഇതിൽ പറയുന്നത്, നിങ്ങൾ ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിലേക്ക് എത്താൻ വേണ്ടി വന്ന ആൾക്കാരാണ്. മേ ബി അത് സാമ്പത്തികമായിട്ട് നിങ്ങളെ പറ്റിച്ച ആൾക്കാരായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, പല രീതിയിൽ നിങ്ങളെ ടൈം ചെയ്ത ആൾക്കാരായിരിക്കാം. അവരോട് താങ്ക്സ് പറയാം, ഫോർഗീനസ് ചെയ്യാം. ആരൊക്കെ വേദനിച്ചിട്ടുണ്ടോ അവരുടെ ഫോർഗീനസ് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യുക. കാരണം നമ്മുടെ എനർജി, നമ്മൾ അവരോട് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ എനർജീസ് ഇങ്ങനെ സപ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുടീരം, ലൈക്ക് ഒരു കൊട്ടാരം പോലെ വരും നെഗറ്റീവ് എനർജീസിൻ്റെ. ഇതെന്താ സംഭവിക്കാം? ഇത് നമുക്ക് വരുന്ന പാർട്ട്ണർ തലതിരിഞ്ഞ പാർട്ട്ണറായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും, അസുഖങ്ങൾ വരും, ഇതൊക്കെയാണ് കൊണ്ടുവരിക. സോ എപ്പോഴും ഫോർഗീനസ് ചെയ്യുക, നമ്മൾ റിലീസ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കായിട്ടുള്ള റെക്കഗ്നീഷൻസ് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഉയർച്ച. കാരണം പൈസ വരുന്നത് നല്ല രീതിയിൽ അത്ര ചിലവാവാതെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് കാരണം ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതുപോലെ ഇവിടെയും പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് ഇന്നർ ചൈൽഡ് ഇഷ്യൂസസ് ഉണ്ട്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, കുറേ പേരുടെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നു. ആ ഒരു കുഞ്ഞു കുട്ടിയാണ് ഇന്നർ ചൈൽഡ്. നമ്മൾ എപ്പോഴും ആ ഇന്നർ ചൈൽഡിനെ ഹാപ്പി ആക്കാനാണ് നോക്കുന്നത്. കാരണം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് പാരൻസിൽ നിന്നും പല പല മോശം അനുഭവങ്ങളും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളും വരുമ്പോൾ നമ്മുടെ കുഞ്ഞേ കുട്ടി അവിടെ വേദനിക്കപ്പെടുകയാണ്. മേ ബി ആ കുട്ടിക്ക് കുഞ്ഞൊരു ടോയ് കിട്ടാതെ ആകുമ്പോൾ അവൻ്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അതാണ് ചിലവർക്ക് ആ പിടിവാശി. മിക്ക ഹസ്ബൻഡ് അവർക്ക് കുറച്ച് എക്സ്പ്രസീവ് ആവാൻ അറിയില്ല. മേ ബി അവർ വളർന്നു വന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കും അവർക്ക് അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊരു വേദി തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല പാരൻസ്. പണ്ടത്തെ സ്ട്രിക്റ്റ് ആണല്ലോ, ഇപ്പോഴും ഉണ്ട്, എന്നാലും കുറേയൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഫ്രീ ആയി ജസ്റ്റ് ഹീൽ ചെയ്ത് എൻജോയ് ചെയ്യുക. എന്ത് വിഷമം വന്നാലും ജസ്റ്റ് ഒരു പാട്ടൊക്കെ വെച്ച്, നല്ല വൈബ്രേഷൻ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ. അങ്ങനെ വിഷ്വലൈസേഷനൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് ഈ കാണുന്നവർക്കുള്ള മെസ്സേജസ് ആണ്. കണ്ടോ, ബിഗ് ഹാപ്പി ചേഞ്ചസ്. ഞാൻ എടുത്തു വെച്ച കാർഡല്ല കേട്ടോ, ഷഫിൾ ചെയ്തിട്ട് ഞാൻ എടുത്ത കാർഡാണ്. ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക്. ഇതുപോലത്തെ എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ബിഗ് ഹാപ്പി ചേഞ്ചസ്, നിങ്ങൾ പോലും പബ്ലിക് ഫിഗർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സക്സസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, വളരെ രീതിയിൽ സക്സസ് വരുന്നുണ്ട്. റിക്കവറി, നിങ്ങൾ പല രീതിയിലുള്ള ഹാർട്ട് ബ്രേക്കപ്പ് മീൻസ് പാസ്റ്റ് ബ്രേക്കപ്പ് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ നഷ്ടപ്പെട്ടു പോയപ്പോഴോ, അല്ലെങ്കിൽ അത് ഡെത്തായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റർ ആയിട്ടായിരിക്കാം, ഹെൽത്ത് ആയിട്ടായിരിക്കാം, പല രീതിയിൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ റിക്കവറി ആവുന്നുണ്ട്. കാരണം നിങ്ങളുടെ ബാക്കിൽ ആരും ഇരിക്കുന്നതൊക്കെ ഏഞ്ചൽസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നിങ്ങളുടെ 3D ഇങ്ങനെ കിടന്ന് മായാലോകത്ത് പോകുന്നത് കൊണ്ടാണ്. നിങ്ങളത് ആ ഒരു 3D മാറ്റിയിട്ട് നിങ്ങളൊന്നും കൂടി സ്പിരിച്വൽ ആവും. സ്പിരിച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ ഭക്തി ചെയ്തു, കുറേ അമ്പലത്തിൽ പോയി, അതല്ല കേട്ടോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് റിലീജിയസ് ആണ്, റിലീജിയസ് അല്ല. ഞാൻ സ്പിരിച്വൽ എന്ന് ഉദ്ദേശിച്ചത് എല്ലാം ഒന്നാണ്. നമ്മൾ ചിലവരെ കണ്ടിട്ടുണ്ട്, ഇഫ് യു ബിലീവ് എന്നുവെച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. ചിലവരെ കാണാറുണ്ട് എത്തിസ്റ്റ് ആയിരിക്കും, അവരൊന്നിനും വിശ്വസിക്കില്ല, പക്ഷെ അവർ നല്ല പ്രവൃത്തിയെ ചെയ്യാം. മറ്റുള്ളവരെ സഹായിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വന്ന് അവർ പറയുന്ന കേൾക്കുന്നു. അവരാണ് ശരിക്കും യൂണിവേഴ്സ് ഇഷ്ടപ്പെട്ട ആൾക്കാർ. എന്നാൽ ചില ആൾക്കാരുണ്ട് ഭയങ്കര സ്പിരിച്വലാണെന്നും പറഞ്ഞിട്ട് അമ്പലത്തിൽ പോകുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡബിൾ എനർജിയാണ്. മറ്റുള്ള കുറ്റം പറയുന്നു, ഗോസിപ്പ് ചെയ്യുന്നു, അവരെ താഴ്ത്തി ഇതാക്കുന്നു, അൺഹെൽത്തി സിറ്റുവേഷൻസ്. അപ്പോൾ യൂണിവേഴ്സ് എപ്പോഴും നിൽക്കുന്നത് പ്യുവർ എനർജി. ആ കുട്ടി ഇന്നർ ചൈൽഡ് എനർജികളോടത്താണ് യൂണിവേഴ്സ് നിൽക്കുക. അപ്പോഴാണ് യൂണിവേഴ്സിന് കേൾക്കാനും പറ്റുമോ നിങ്ങളുടെ എനർജീസ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം യൂണിവേഴ്സ് അറിയുന്നത് നമ്മുടെ എനർജി അനുസരിച്ചിട്ടാണ്. നമ്മൾ വളരെ അയ്യോ എനിക്ക് വിഷമാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ എത്തുന്ന എനർജി വളരെ നെഗറ്റീവായിട്ടുള്ള ലോ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് അത് കേൾക്കാനോ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും നിങ്ങൾ പറയുന്നത് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ് യു ഹാവ് ഗിവൺ മീ, ഇതുവരെയുള്ള എല്ലാത്തിനും എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് ഭയങ്കര സന്തോഷമാവുക ചെയ്യുക. ആ ഒരു ഹൈ വൈബ്രേഷനാണ് അവിടെ പോയി എത്തുക. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ബ്ലെസ്സിങ്സ് വരും. സത്യമായിട്ടും ഈ ഒരു 4-5 ഇയേഴ്സായിട്ട്
എൻ്റെ ലൈഫിലുണ്ടായ ട്രാൻസ്ഫോർമേഷനും ചേഞ്ചസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ മാറി തുടങ്ങിയപ്പോഴാണ് കുറേ ചേഞ്ചസ് വന്നത്. ഭയങ്കര ബ്ലെസ്സിങ്സും ഇൻഡ്യൂഷൻ പവർ, ടാരോ റീഡിങ് ചെയ്യുന്നു എന്താണെന്ന് പോലും അറിയാതെ ഞാൻ ടാരോ റീഡറായി. MBBS പഠിച്ചിരുന്ന കുട്ടി ഇതിലേക്ക് വന്നു. ഒക്കെ വളരെ ട്രാൻസ്ഫോർമേഷൻ. കുറേ പേര്, എത്ര പേരെ ഹീൽ ചെയ്ത് വിടുന്നതെന്നറിയോ? എന്നെക്കാളും പ്രായമുള്ള, എൻ്റെ അച്ചാച്ചനും അമ്മാമേനും പ്രായമുള്ള ആൾക്കാരുണ്ട്, അതിനേക്കാളും ചെറിയ പിള്ളേരുണ്ട്, എൻ്റെ ഏജുള്ളവരുണ്ട്. പക്ഷെ അവരെക്കാളും എക്സ്പീരിയൻസസ് വന്നതുകൊണ്ട് കുറേ ഹീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ യൂണിവേഴ്സിനെ ഞാൻ എത്ര നന്ദി പറയുന്നത് പറയാം. ഒരിക്കലും ഞാൻ ചിന്തിക്കാത്ത രീതിയിലുള്ള, ഓൺലൈനിലാകുമ്പോൾ എനിക്ക് അറിയാത്ത ആൾക്കാരാണ് എന്നെ ട്രസ്റ്റ് ചെയ്ത് ഹീൽ ചെയ്യാനും. അവർ പൈസ അയക്കുന്നില്ല, അവർ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ എൻ്റെ എനർജി. അതെ, അപ്പോൾ അതിനോടൊക്കെ ഒരുപാട് നന്ദി പറയാറുണ്ട്. ഓരോരുത്തരും ഹീൽ ചെയ്ത് വിടുമ്പോൾ അവരുടെ മെസ്സേജസ്, താങ്ക് യു സോ മച്ച്. ഇന്നും കൂടി എനിക്ക് മെസ്സേജ് വന്നു. ഒരു മെഡിറ്റേഷൻസ് അയച്ചു കൊടുത്തപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു മെഡിറ്റേഷൻസ് ഞാൻ ചെയ്യുന്നത്, വളരെ ചേഞ്ചസ് വന്നു എന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ തന്നെ രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് ആ ഒരു മെസ്സേജസ് കണ്ടപ്പോൾ വളരെ ഹാപ്പിയായി. കാരണം ഒരു ആത്മാവിനെ മാറ്റാൻ സാധിച്ചു. അത് ഒരാൾ മാറുമ്പോൾ ആ ഫാമിലിയാണ് മാറ്റുന്നത്. സോ നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടി ഒരു ബുക്കും പെന്നും വെച്ച് എന്നും 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഞാൻ ഓൾറെഡി ഒരു മാജിക് പ്രാക്ടീസ് 7 days ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 28 days. പക്ഷേ 7 days ചെയ്തപ്പോൾ കുറേ പേരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറേ എഫേർട്ട് അതിന് വേണ്ടി ഇടുകയാണ്. അപ്പോൾ അത് വാല്യൂ ചെയ്യണവർക്ക് അതിലേക്ക് എത്തിയാൽ മതി എന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് 7 days മാത്രം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ മാജിക് പ്രാക്ടീസ് വേണം, ഓരോ ദിവസം ഓരോ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്താ പറയുക, മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കാം. വേണമെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ട്. കുറേ പേര് കമൻറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ചുമ്മാ എൻ്റെ ടൈം വേസ്റ്റ്. കാരണം ഓൾറെഡി എനിക്ക് ടൈമില്ല, ഭയങ്കര ബിസിയാണ് ഇപ്പോൾ. ക്ലാസ്സസും ഹീലിങ്സ്, തെറാപ്പി, എന്താ പറയുക, വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ടൈം കുറേ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ, ആ റെസ്പെക്റ്റ് തിരിച്ചും കിട്ടണം. റെസ്പെക്റ്റ് തിരിച്ചു കിട്ടുക എങ്ങനെയാണ്? ആ വീഡിയോസ് കാണുന്നു, അവർ ഫോളോ ചെയ്യുമ്പോഴാണ് ആ ഒരു ഇത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള മെസ്സേജസ്, കുറേ പേര് വെറുതെ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ പാർട്ട് ഓഫ് ദിസ് ജേണിയാണ്. ഇൻ യാൻ പോലെയാണ്. രാവിലെ ഒരു പുലർ മീൻസ് ഡേ ഉണ്ടെങ്കിൽ നൈറ്റ് ഇല്ലേ, നൈറ്റ് ഉണ്ടെങ്കിൽ ഡേ ഉണ്ട്. ഒരു കോയിന് 2 സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും 2 സൈഡാണ്. അപ്പോൾ എപ്പോഴും എന്ത് നെഗറ്റീവ് വന്നാലും അതിൽ പോസിറ്റീവ് കാണുക. എല്ലാ അമംഗളത്തിനും ഒരു മംഗളമുണ്ട് എന്ന് എപ്പോഴും പറയും. എന്ത് സിറ്റുവേഷൻസ് വന്നാലും, അത് എന്ത് നെഗറ്റീവായിട്ട് വന്നാലും, അത് നിങ്ങളെ ഈ സ്ട്രെങ്ത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ചസാണ് കൊണ്ടുള്ളത്. ഇത് ചലഞ്ചസാണ്. ഈ ചലഞ്ചസ് സ്ട്രെങ്ത്ത് നിങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ടും, അതിൽ നിന്ന് നിങ്ങൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പുതിയ രീതിയിലുള്ള ഫ്രഷ് സ്റ്റാർട്ട്, നിങ്ങൾ ഫിനാൻസിനും എല്ലാത്തിനും തുടങ്ങാൻ വേണ്ടിയിട്ട് വരുന്നൊരു മെൻ്റൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് തരുന്നതാണ് ലൈഫിൽ വരുന്ന ഓരോ ഇഷ്യൂസും. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുക. നിങ്ങൾ ഹൃദയം അങ്ങോട്ട് ഹീൽ ചെയ്യുക. ഓക്കെ, അത്രയും മുറിഞ്ഞിരിക്കുകയാണ്, ഹീൽ ചെയ്യുക. ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സാക്രൽ അല്ലെങ്കിൽ സോളർ പ്ലെക്സസ് താഴത്തെ 3 ലോവർ ചക്രാസാണ്. റൂട്ട്, സാക്രൽ, സോളർ. ഇത് ബ്ലോക്ക്ഡ് ആണ്. ഇത് കൂടുതലും യെല്ലോ, റെഡ്, ഗ്രീനൊക്കെയാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യലി അതാണ് നമുക്ക് രാമായണ മാസത്തിൽ രാമ മന്ത്രം ചൊല്ലാൻ പറയുന്നത്. ശരിക്കും ഈ ഒരു സോളാർ പ്ലെക്സസ് ചക്ര എന്ന് പറയുന്നത് നമ്മൾ വയറിൻ്റെ അവിടുത്തെ അത് ഫിനാൻസ്, ഹാപ്പിനെസ്സിനൊക്കെയാണ് ഡിപ്പെറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബീച്ച് മന്ത്ര എന്ന് പറഞ്ഞ റാമാണ്. ആ റാം തന്നെയാണ് രാമ എന്ന് പറയുന്നത്. രാമൻ്റെ ആ മീൻസ് ആ ഒരു മന്ത് രാമായണ മാസത്തിൽ കൂടുതലും രാമ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ഫോർമേഷൻസ് ആണ്. അത് നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്രേനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്സിൽ പറയുന്നത്. കാരണം കുറേ ക്ലയൻസിന് അങ്ങനെ സെപ്പറേറ്റ് പറയുന്നതിനേക്കാളും ബെറ്റർ വീഡിയോയിൽ ചെയ്യുമ്പോൾ അത് വളരെ എല്ലാവർക്കും എഫക്റ്റീവായിട്ട് വരും. കുറേ പേര് കേൾക്കുന്നതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൻ്റെ ചാർജ് എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിയിലും ഫെയിം, സക്സസ്, കണ്ടോ, സക്സസ് 2ാമത് വന്നിട്ടുണ്ട്. സക്സസ് ആണ്, കണ്ട, ആ ഒരു ഏഞ്ചൽ ഇങ്ങനെ സമ്പത്തിൻ്റെ ആ ഒരു റെയിൻബോ ഇങ്ങനെ തരികയാണ് നിങ്ങൾക്ക്. റിക്കവറി, ബിഗ് ഹാപ്പി ചേഞ്ചസ്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക. സമയം കിട്ടിയവളൊക്കെ വെറുതെ ചിരിക്കുക. ചിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ലൈഫിലേക്ക് ചിരിക്കാനുള്ള, ഹാപ്പിനെസ്സിനുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എപ്പോഴും പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാം. ഇവിടെയെങ്കിലും നിങ്ങൾ താങ്ക് യു പറയാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ എവറിത്തിങ്. ഇങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ അഫോർമേഷൻസ് ലൈക്ക് ബ്ലെസ്സിങ്സും എല്ലാമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക.
നല്ല കാർഡാണ്. ആദ്യം ഒരു ഇടി തന്നെങ്കിലും നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. എപ്പോഴും ചിന്തിക്കുക ട്രാൻസ്ഫോർമേഷൻ. ബട്ടർഫ്ലൈ എങ്ങനെയാണ് ആ കുഞ്ഞെ ഒരു പുഴുവിൽ നിന്നാണ് പ്യൂപ്പ, പിന്നെ ഓരോ കാറ്റർപില്ലറിൽ നിന്നൊക്കെ ബട്ടർഫ്ലൈ ആയിട്ടുള്ള കംപ്ലീറ്റ് ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നത് പോലെ നിങ്ങളും ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങോ ഗൈഡൻസസോ ഹീലിങ്ങോ ഡിസ്റ്റൻറ്റ് ഹീലിങ്ങോ അല്ലെങ്കിൽ ടാരോ കോഴ്സ് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അല്ലെങ്കിൽ എൻ്റെ ഹോമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, ജസ്റ്റ് മെസ്സേജ് ചെയ്യുക മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് റീഡിങ്സ് വേണം, എനിക്ക് ഫ്യൂച്ചർ, എൻ്റെ കറൻറ്റ് കാര്യങ്ങൾ ഫ്യൂച്ചർ അറിയണം, കണക്ഷൻ അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഥകളൊന്നും എന്നോട് പറയണ്ട. നിങ്ങൾ ക്വസ്റ്റ്യൻ പറയുക, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെ അത്രയും കോൺഫിഡൻ്റ് ആണ് ഞാൻ ഈ ടാരോയിൽ. കാരണം എൻ്റെ സോൾ പർപ്പസാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാത വേറൊരു പാതയിൽ നിന്ന് യൂണിവേഴ്സ് എന്നെ പിടിച്ചു വലിച്ച് നീ ഇവിടെ വരും, എൻ്റെ കുറേ പിള്ളേരെ നന്നാക്കാണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. സോ ഇറ്റ് വിൽ ബി വർത്ത് ആൻഡ് അക്യുറേറ്റ് ആയിരിക്കും. എൻ്റെ കൂടെ എന്തായാലും ആ യൂണിവേഴ്സാണ് വായിച്ചു തരുന്നത്, ഇൻഫോർമേഷൻസ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ.